ഇന്ന് ജൂൺ 21 ഇൻ്റർനാഷണൽ യോഗ ഡേ. ഇന്ന് വേൾഡ് വൈഡ് എല്ലാവരും ഒരുമിച്ച് യോഗ ആഘോഷിക്കുന്ന ദിവസമാണ്. പക്ഷേ എന്നാൽ പോലും എല്ലാവർക്കും യോഗ എങ്ങനെ ലൈഫിൽ ഇൻകോപ്പറേറ്റ് ചെയ്യണം, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എനിക്കറിയാം നിങ്ങൾക്ക് ഡൗട്ടും തെറ്റിദ്ധാരണകളും ഉണ്ട് എന്ന് യോഗേനെ പറ്റിയിട്ട്. അതുകൊണ്ട് തന്നെ വി ഹാവ് ആൻ എക്സൈറ്റിംഗ് പേഴ്സണാലിറ്റി വിത്ത് അസ്. ഡോക്ടർ അഖില വിനോദ്, ഐ വെൽക്കം യു ടു ദ ഷോ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എല്ലാവർക്കും എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു. യോഗയുടെ പല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നമുക്ക് തുടങ്ങാം. ഏറ്റവും ഫസ്റ്റ് തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം, എൻ്റെയൊക്കെ മനസ്സിൽ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് മെഡിറ്റേറ്റ് ചെയ്ത് എന്തെങ്കിലും മന്ത്രം ജപിച്ചിരിക്കാന്നാണ്. ശരിക്കും അതല്ലല്ലോ. അതിനേക്കാൾ ആക്ച്വലി എല്ലാവർക്കും ഉള്ളൊരു ഇതാണ്. അതായത് എൻ്റെ അടുത്തും പലരും പറയും ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലോ, അതാണല്ലോ യോഗ എന്നെപ്പോഴും പറയണം. സിറ്റിംഗ് ആൻഡ് മെഡിറ്റേറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഇതാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ യോഗ എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കൽ യോഗ ആസനാസുണ്ട്, അതിനകത്ത് പ്രാണായാമമുണ്ട്, പിന്നെ നമ്മൾ മെഡിറ്റേഷൻ. ഈ ഒരു 3 ലെവൽ ഓഫ് സംഭവങ്ങൾ എല്ലാം നമ്മൾ ചെയ്താൽ മാത്രമേ അതൊരു യോഗ ആവുള്ളൂ. അപ്പോൾ നമുക്ക് അതിനകത്ത് വീണ്ടും ഒരു ശ്ലോകം, ഈ ശ്ലോകമൊന്നും ആരെയും ഞെട്ടിക്കാൻ വേണ്ടി പറയുന്നതല്ല. അതെന്ന് പറയാം, യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധിയോഹോ അഷ്ടവങ്കാനി എന്നാണ്. അതായത് യമങ്ങളും നിയമങ്ങളും, അതായത് നമ്മൾക്ക് കളവ്, അതുപോലെ തന്നെ അസത്യം, അഹിംസ. ഇത് അഹിംസ എന്ന് പറയുന്നത് നമ്മൾ അതിനെതിരെ പോരാടുന്ന, അതാണ് യമങ്ങളും നിയമങ്ങളെന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആസനാസ് വരുന്നുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യൻ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സൊസൈറ്റിയിലുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ആ ഒരാൾക്ക് ആസനാസിന് ഉള്ളൊരു എലിജിബിലിറ്റി ആവുന്നുള്ളൂ. അതും കഴിഞ്ഞിട്ടാണ് പ്രാണായാമം വരുന്നത്, അതും കഴിഞ്ഞിട്ടാണ് മെഡിറ്റേഷനിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ്. അപ്പോൾ ഈ നമ്മൾ ഒരു സ്ഥലത്തിരുന്ന് മന്ത്രം ജപിക്കുക അല്ലെങ്കിൽ നമ്മൾ കണ്ണടച്ചിരിക്കുക എന്ന് പറയുന്നത് അതൊരു മൈൻഡ്ഫുൾനെസ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ യോഗയുടെ ഒത്തിരി തലങ്ങളുണ്ട് നമ്മൾ ടച്ച് ചെയ്യാനായിട്ട്. ഫിസിക്കൽ ആസ്പെക്റ്റും മൈൻഡ് ആസ്പെക്ട്സും രണ്ടും കൂടെ ചേരുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബോഡി ആൻഡ് മൈൻഡ് കണക്ഷൻ വരണമെങ്കിൽ ബോഡിയും അതിനകത്തുണ്ടാവണം, മൈൻഡും വരണം. ഇത് രണ്ടും കൂടെ കൂടിയാലാണ് യോഗ ഉണ്ടാവുന്നുള്ളൂ. അല്ലെങ്കിൽ അതാണ് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രാവശ്യത്തെ അതായത് 2024 ഇൻ്റർനാഷണൽ യോഗ ഡേൻ്റെ തീം വുമൻ എംപവർമെൻറ്റാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡാണ്, എങ്ങനെയാണ് യോഗ വുമൻ എംപവർമെൻറ്റിന് ഹെൽപ്പ് ചെയ്യണത്? ഒരു ലേഡിയെ സംബന്ധിച്ച് അവരുടെ മെൻ്റൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഫാമിലി ഹാപ്പി ആവും. ഒരു സ്ത്രീ ഒരു വീട്ടിൽ ഹാപ്പി ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് റിഫ്ലെക്ട്സ് ഓൺ ദ ഫാമിലി മെമ്പേഴ്സ് അല്ലേ. അപ്പോൾ എല്ലാവരും, ഒരമ്മ ആഹാരം വിളമ്പി തരുന്നത് ദേഷ്യപ്പെട്ട് വിളമ്പി തരുന്നതാണോ അതെയോ ചിരിച്ചുകൊണ്ട് വിളമ്പി തരുമ്പോഴല്ലേ അതിനൊരു ഇത് കിട്ടുക. അപ്പോൾ അവരുടെ മൈൻഡ് ശരിയായിരിക്കണം. എന്നാൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അമ്മയ്ക്ക് കൈ പാടില്ലെങ്കിൽ, അവരുടെ ഫിസിക്കൽ ആസ്പെക്ട്സ് ശരിയല്ലെങ്കിൽ, അവർ നിത്യവും യോഗ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരെ ഫിസിക്കലി അവർ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആവുന്നു. മൈൻഡ് സ്റ്റേബിൾ ആവുന്നത് അവർ പല പ്രശ്നത്തിലൂടെ പോവുകയായിരിക്കും. പക്ഷെ ആരും അത് മനസ്സിലാക്കാറില്ല പലപ്പോഴും. ഇപ്പോൾ കുട്ടികളായിക്കോട്ടെ, അവർ തുറന്നു പറയില്ല. അവർക്ക് പല PCOD പ്രശ്നങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസും ഡയറ്റും കൊണ്ട് ടീനേജ് മുഴുവൻ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് PCOD. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ യോഗ കൊണ്ട്, യോഗ പോസ്റ്റേഴ്സും ഉണ്ട്. അവർക്ക് ഹിപ്പ് ഓപ്പണേഴ്സ് എന്ന് പറയുന്ന യോഗ പോസ്റ്റേഴ്സും ഉണ്ട്. സുഖമായിട്ട് അവർക്ക് നമ്മളുടെ ടൈസിൻ്റെയും യൂട്രസ് ഹെൽത്തിനെയും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കൂടാതെ പ്രാണായാമ, മെഡിറ്റേഷനൊക്കെ അവർ കുറച്ചും കൂടെ മൈൻഡ്ഫുൾ ആവാനും, മൈൻഡ്ഫുൾ ഈറ്റിംഗ്, അവർ കഴിക്കുന്ന ആഹാരം എന്തൊക്കെയോ അവർ ഇമോഷണൽ ഈറ്റിംഗ് ആണ് ചെയ്യുന്നത്, അതിനെപ്പറ്റി പറഞ്ഞു കൊടുത്ത് മൈൻഡ്ഫുള്ളാക്കി പ്രാണായാമയിലൂടെയാണ് അവരുടെ ഇമോഷൻസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കുഞ്ഞിന് തൊട്ട് വലിയൊരു അമ്മയ്ക്ക് വരെ ഇത് ആവശ്യമാണ്. അപ്പോൾ അവരുടെ എല്ലാ ഫിസിക്കൽ, ഇമോഷണൽ, മെൻ്റൽ, ഈ 3 ലെവൽസിനെയാണ് ഈ വിമൻ എംപവർമെൻറ്റ് കൊണ്ട്, അല്ലെങ്കിൽ യോഗ ഫോർ വിമൻ എംപവർമെൻറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് പറയുവാണെങ്കിൽ ഒത്തിരി വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക്. ഞാനൊരു ബിഗിനറാണ്, അപ്പോൾ എനിക്ക് യോഗ ചെയ്യാനൊരു ഇൻട്രസ്റ്റ്. മാം ഒരു തെറാപ്പിസ്റ്റാണ്, യോഗ തെറാപ്പിസ്റ്റാണ്. ഞാൻ എൻ്റെ മെൻറ്ററായിട്ട് ചൂസ് ചെയ്യേണ്ടത് ഒരു യോഗ തെറാപ്പിസ്റ്റിനെയാണോ അതൊരു യോഗ ഇൻസ്ട്രക്ടറിനെയാണോ? അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. അതായത് ഞാൻ ആദ്യം ചോദിക്കുക, നിങ്ങൾക്ക് ഫിസിക്കലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ആദ്യം ആയിട്ട് സാഹിദ് വരുവാണെങ്കിൽ ഞാൻ ആദ്യം ചോദിക്കുക, യു ഹാവ് എനി
ഫിസിക്കൽ ഇഷ്യൂസ്, അതായത് എന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളോ ശാരീരികമായിട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യും. അതായത് ഷുഗർ, പ്രഷർ, എല്ലാ കാര്യങ്ങളുടെ കേസ് ഹിസ്റ്ററി എടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിന് ശേഷം അവർക്ക് എന്തെങ്കിലും ഫിസിക്കലി ഇഷ്യൂസ് നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും കാണുവാണെങ്കിൽ അതിന് നമ്മൾ യോഗ തെറാപ്പി ഒരു 5 to 7 days അല്ലെങ്കിൽ 7 to 10 days മാക്സിമം പോയി കഴിഞ്ഞാൽ 10 days ഒരു ട്രെയിനിങ് നമ്മൾ അവർക്ക് കൊടുക്കും. അതായത് ആ ഒരു പർട്ടിക്കുലർ അസുഖത്തിന്, ഫോർ എക്സാമ്പിൾ ഒരു ബാക്ക് പെയിൻ ഉള്ള ഒരാൾക്ക് പോയിട്ട് ഒരു നോർമൽ യോഗ ക്ലാസ്സിലേക്ക് പോയി. ആ നോർമൽ യോഗ ക്ലാസ്സിൽ എല്ലാവരും ചെയ്യുന്ന പോലെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഡിസ്കിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ അതിനു വേണ്ടി മാത്രമുള്ള നമ്മളൊരു തെറാപ്പിയാണ് ആദ്യം ചെയ്യേണ്ടത്. പക്ഷേ സാഹിദിന് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് യു ക്യാൻ ഗോ ആൻഡ് ജോയിൻ എനി നോർമൽ യോഗ ക്ലാസ്സസ്. പക്ഷേ ഇഷ്യൂ ഉള്ള ഒരാൾ, അൺഹെൽത്തി ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും ഒരു നോർമൽ ഗ്രൂപ്പ് ക്ലാസ്സിലേക്ക് പോകരുത്. അത് ഇൻസ്ട്രക്ടേഴ്സ് ആരും ആയിക്കോട്ടെ, യോഗയുടെ ആരും ആയിക്കോട്ടെ, അവർക്ക് വേണമെങ്കിൽ പേഴ്സണലി പോവാം. സോ ആ ഒരു ഇൻസ്ട്രക്ടർ അവരെ ഇൻഡിവിജ്വലി പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെയും ബെറ്ററാണ്. പക്ഷേ ശരിക്കും നിങ്ങൾക്ക് കാര്യമായിട്ടുള്ളൊരു ഫിസിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു യോഗ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോവുക. ഈ യോഗേനെ പറ്റി കുറേ തെറ്റിദ്ധാരണകളുണ്ട്. അതായത് ഇത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഇത് എക്സ്ക്ലൂസീവ്ലി സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പിന്നെ ഇത് ഒരു വെജിറ്റേറിയൻ ആവണം ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതിനോടൊക്കെ വാട്ട്സ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും എല്ലാവരോടും പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആയിട്ടാണ് നിങ്ങൾ യോഗയ്ക്ക് വരുന്നെങ്കിൽ നമ്മുടെ ആവശ്യമില്ലല്ലോ, അല്ലേ? നമ്മൾ ഫ്ലെക്സിബിൾ ആക്കുക എന്ന് പറയുന്നത് എൻ്റെ ജോലിയാണ്. ഫ്ലെക്സിബിലിറ്റി ഈസ് ദ എൻഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ എൻഡ് റിസൾട്ട് ഓഫ് യോഗയാണ്. അത് നിങ്ങൾ ചെയ്താണ് നിങ്ങൾ ഫ്ലെക്സിബിൾ ആവേണ്ടത്. ഞാനിത് ഈ ക്വസ്റ്റ്യൻ എപ്പോഴും കേൾക്കാറുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ചിരിച്ചത്. കാരണം എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഒരു വിചാരം ഞാൻ ഫ്ലെക്സിബിൾ ആയിട്ടല്ലേ എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അതെന്താണ് ആ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാ ആൾക്കാരും ഇപ്പോൾ ഡാൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, നമ്മൾ എന്താണ് ബാലപാഠങ്ങൾ പഠിക്കാതെ നമ്മൾ നേരെ പോയി കച്ചേരി അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കുകയോ ചെയ്യുമോ? ആദ്യം സ്റ്റെപ്സ് അല്ലേ പഠിക്കണേ. ഈ സ്റ്റെപ്സ് പഠിക്കുന്ന പോലെ തന്നെയാണ് യോഗയിൽ നമ്മൾ പ്രിലിമിനറി ആയിട്ടുള്ളത് ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുക്കും. അതിനുശേഷമാണ് നമ്മൾ യോഗ കാര്യങ്ങൾ അതിന് മെയിൻ ആസനാസിലേക്കൊക്കെ വരുന്നത്. അപ്പം അതാണ് ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്തവരാണ് നമ്മുടെ അടുത്തേക്ക് വരേണ്ടത്, അവർക്കാണ്. പിന്നെ രണ്ടാമത് വെച്ചാൽ ഇത് വിമൻ മാത്രം തന്നെ ഇതിൻ്റെ ഒരു ഡോസേജ് കുറഞ്ഞതുകൊണ്ടാണോ എന്തോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ. അത് എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യയിലാണ് അതിനുള്ളൂ. പക്ഷേ ഇപ്പം ഒരു വെസ്റ്റേൺ രാജ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ എന്തോരം മെന്നാണ് യോഗയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. എസ്പെഷ്യലി USA UK ഇപ്പം മെയിൽ ഇൻസ്ട്രക്ടേഴ്സാണ് ഏറ്റവും കൂടുതൽ യോഗ ഇൻസ്ട്രക്ടേഴ്സ്. അവരുടെ ലൈഫ് തന്നെ ഇപ്പോൾ ഈവൻ മസിൽ ബിൽഡിങ് പോലും ഹാൻഡ് സ്റ്റാൻഡും ഹെഡ് സ്റ്റാൻഡും ഒക്കെ വെച്ചിട്ടാണ് അവരുടെ ഒരു അവർ ജിം അവർക്ക് സ്വീകരിക്കാം. പക്ഷേ യോഗയിലൂടെ മാത്രം ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന എത്രയോ പുരുഷന്മാരുണ്ട്. അപ്പോൾ ലോകമെമ്പാടും ഇപ്പോൾ അതിനെ നല്ല രീതിയിൽ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. നേരത്തെയാണ് ആ ഒരു തെറ്റിദ്ധാരണ ലേഡീസിന് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള ഇതൊക്കെ വന്നത്. പക്ഷേ ഡെഫിനറ്റ്ലി ഇത് ആണുങ്ങൾക്കും വളരെ ആവശ്യമാണ്. സ്ട്രെസ്ഫുള്ളായിട്ടുള്ള നമ്മളുടെ ജനവിഭാഗമാണ് ഇപ്പോൾ നമുക്ക് കേരളത്തിലുള്ളത്. IT ഫീൽഡിലുള്ളവരൊക്കെ ഡെഫിനറ്റ്ലി യോഗ നിങ്ങളുടെ ഭാഗമാക്കുക. ഞാൻ പക്ഷേ ജിമ്മെന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഏത് എക്സസൈസ് ആയിക്കോട്ടെ, യോഗയും വേണം, ജിമ്മും വേണം, സ്വിമ്മിങ്ങിനും ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസും നല്ലത് തന്നെയാണ്. പക്ഷേ യോഗയ്ക്കുള്ളൊരു മഹാത്മ്യം എന്ന് പറയുന്നത് അതിൻ്റെ മെൻ്റൽ ഹെൽത്താണ്. അപ്പോൾ ആ മെൻ്റൽ ഹെൽത്തിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്താലല്ലേ ഒബിയസ്ലി ആ ഫിസിക്കൽ ഹെൽത്തും കൂടി നന്നാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ എന്ത് തെറ്റിദ്ധാരണകൾ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി, പിന്നെ റിലീജിയൻ്റെ കാര്യം. അതല്ല വെജിറ്റേറിയൻ ഞാൻ നോൺ വെജിറ്റേറിയൻ ആണ്. ഞാൻ പക്ഷേ വന്നിരിക്കുന്നത് ഒരു വെജിറ്റേറിയൻ ഫാമിലിയിൽ നിന്നാണെങ്കിൽ പോലും ഞാൻ നോൺ വെജിറ്റേറിയൻ പഠിച്ചു. കാരണം നമുക്ക് പുറം രാജ്യങ്ങളിൽ പോകുമ്പോഴും ഒക്കെ നമുക്ക് ചില സമയത്ത് എൻ്റെ ഫാദർ എന്നെ അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. പക്ഷേ നോൺ വെജിറ്റേറിയൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമില്ല. ഞാൻ ഒരു എഗ്ഗ് ആണെങ്കിലും കഴിക്കുന്നത് എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് ഒരു ഇത്ര നമുക്ക് ഇത്രയും ബോൾസ് ഓഫ് ചെറുപയർ കഴിച്ചാലാണ് നമുക്ക് അത്രയും പ്രോട്ടീൻ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ടാസ്ക് ഏതായിരിക്കും? നമുക്ക് 2 മുട്ട പുഴുങ്ങിയത് കഴിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ എല്ലാ ദിവസവും മുട്ട കഴിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഫിഷ് ഞാൻ കഴിക്കും. അത് ഒമേഗ ഫാറ്റി ആസിഡ്സ് ഉള്ളതുകൊണ്ട്. അപ്പം ഞാൻ കൂടുതൽ എയിം ചെയ്യണം ആസ് എ ഡോക്ടർ. ഞാനൊരു യോഗിയോ യോഗിനിയോ ഒന്നുമല്ല. ഞാനൊരു സാധാരണ ഒരു സ്ത്രീയാണ്.
എനിക്ക് 2 മക്കളുണ്ട്, ഭർത്താവുണ്ട്. അപ്പം ഞാൻ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് യമനിയമ ആസനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ഒരാളെയാണ് സോ കോൾഡ് യോഗിനി എന്ന് പറയുന്നത്. ഞാൻ യോഗിനിയല്ല, ഞാനൊരു യോഗ തെറാപ്പിസ്റ്റാണ്. ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് സമ്പൂർണ്ണ ആഹാരമാണ്. നിങ്ങൾ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും നമുക്ക് ആവശ്യമാണ്, പക്ഷേ വെജിറ്റേറിയൻകാരെ നമ്മളൊരിക്കലും നോൺ വെജ് കഴിക്കാൻ നിർബന്ധിക്കില്ല. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള എത്ര കഴിച്ചാലാണ് നിങ്ങൾക്ക് ആ ഒരു ഇത് മീറ്റ് ചെയ്യണത്, അല്ലെങ്കിൽ അവരോട് സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ പറയും. ഇപ്പോൾ വൈറ്റമിൻ B12 വെജിറ്റേറിയൻസിൽ വളരെ കുറവാണ്. അപ്പം നമുക്ക് വൈറ്റമിൻ B12 ടാബ്ലറ്റ് എടുത്താൽ മതി, അവർ നോൺ വെജ് കഴിക്കണം എന്നില്ല. അപ്പം അങ്ങനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് നോൺ വെജിറ്റേറിയനെയും ഞാൻ എൻ്റെ സമ്പൂർണ്ണ ആഹാര ചാർട്ടിൽ അതുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ യോഗയും ഡയറ്റ് സമ്പൂർണ്ണ ആഹാരവും കൂടി ചേർന്നിട്ടാണ് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്നത്. ഡോക്ടർ നേരത്തെ മിസ്കോൺസെപ്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ റിലീജിയൻ പറഞ്ഞു. അതായത് യോഗ ഒരു റിലീജിയൻ്റേതാണോ? കാരണം എൻ്റെ അടുത്ത് അത് ഒത്തിരി പേര് ചോദിക്കാറുള്ളതുകൊണ്ടാണ് ഞാൻ അതും ഒന്ന് ക്ലിയർ ആക്കാം. ഒരിക്കലും നമ്മൾ യോഗ ഒരു റിലീജിയനായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. യോഗ ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് ഒരു എക്സസൈസ് ഫോമിൽ എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് ഹെൽത്തിന് ഒരു ബ്രെത്ത് വർക്കും ബ്രീത്തിങ് എക്സസൈസ് അങ്ങനെ എടുത്തു നോക്കുക. ഇപ്പോൾ ഒരു വലിയൊരു എക്സ്പേർട്ട് ഒരു സമയത്ത് പറയുന്നുണ്ടായിരുന്നു, അതായത് നമ്മളുടെ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് എഡിസണാണ്. അപ്പോൾ അത് ക്രിസ്ത്യാനിറ്റി ആണെന്ന് വെച്ചാൽ നമ്മളത് യൂസ് ചെയ്യാതിരിക്കുന്നുണ്ടോയെന്ന്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗാണത്. അപ്പോൾ ഇത് ഫൗണ്ട് ചെയ്തത് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഹിന്ദൂസാണിത് ഫൈൻഡ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും അതിനെ യൂട്ടിലൈസ് ചെയ്യണം. അത് ഒരാൾ ഇൻവെൻറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് ദാറ്റ് ഡസൻറ്റ് ബിലോങ് ടു ഹിന്ദൂസ്. അത് ചില ആൾക്കാർ അത് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു റിലീജിയനുമായിട്ട് ബന്ധപ്പെടുത്തി അവർ ചെയ്യുന്നവരുണ്ടാവും. നമ്മൾ യോഗ എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ്സ് പ്യുവർലി പോസ്ചേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ബ്രീത്തിങ് വർക്ക്സ്. അത് മാത്രം നമ്മൾ അതിൽ നിന്ന് എടുത്താൽ പോരെ. അല്ലാതെ നമ്മൾ എന്തിനാണ് അത് ചിന്തിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കി ഒരു റിലീജിയനെ വെച്ച് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ അന്യ മതസ്ഥരാണ് എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്നത്. ഐ എം വെരി ഹാപ്പി. കാരണം അവരാരും എന്നെ അങ്ങനെ ടാഗ് ചെയ്തിട്ടില്ല ദൈവാദിനം കൊണ്ട്. പക്ഷേ ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജാണ് ഞാൻ പറയുന്നത്. കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ആൾക്കാർ അതിനെ കാണണം. അത് നിങ്ങളൊരു എക്സസൈസ് ആയിട്ട് എടുത്ത് നിങ്ങളുടെ മൈൻഡ് ഹെൽത്തിനെ നന്നായിട്ട് എടുക്കാൻ വേണ്ടി പ്രാണായാമ പോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം എന്ന് തന്നെയാണ്. ഡീപ്പ് റിലാക്സേഷൻ ടെക്നിക്ക് നമുക്ക് ശരിക്കും മിസ്സായിപ്പോയി. അല്ലെങ്കിൽ ഡീപ്പ് റിലാക്സേഷൻ ടെക്നിക്കൊക്കെ ചെയ്യുന്നത് നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ്. അതൊക്കെ നമ്മളൊരു റിലീജിയൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ മനസ്സിൻ്റെ സമാധാനമാണ്, അല്ലേ? ഈ യോഗ അപ്പോൾ ഒരു സ്ട്രെച്ചിങ് മാത്രമല്ല അല്ലേ, ദർ ഇസ് മോർ ടു ഇറ്റ്. അതെ, ഒന്ന് വിശദീകരിക്കാൻ പറ്റും? അതായത് ഞാൻ മൈൻഡ് ഹെൽത്തിനെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിനെയും യോഗയെ നമ്മൾ കൂടുതൽ പറയുന്നത് ഒരു ഇൻവേർഡ് ലുക്കാണ്. അതായത് നമ്മളുടെ ശരീരത്തിനെ നമ്മൾ തന്നെ സൂക്ഷിച്ച് ഒരു ഇൻട്രോസ്പെക്ഷൻ. അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ ബ്രീത്തിങ് എങ്ങനെയാണ്, നമ്മളുടെ ഹാർട്ട് റേറ്റ് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ സ്വയം വിലയിരുത്തുകയാണ്. നമ്മൾ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് നമ്മളെ തന്നെ. അതിനെ ഒരു സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് ലവ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഒരു മനുഷ്യന് ഏറ്റവും വേണ്ട ഒരു കാര്യം. അത് യോഗയിലൂടെ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഞാനൊരു ഐ എം എ ലവർ ഓഫ് ഡാൻസ്. ഇപ്പോൾ ഡാൻസ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അതെൻ്റെ ഒരു പാഷനും ഇൻട്രസ്റ്റും അതിനകത്തുണ്ട്. പക്ഷെ ഒരിക്കലും അതെൻ്റെ ബോഡിയിലേക്ക് ഞാൻ ഉള്ളിലേക്ക് നോക്കുന്നില്ല. ഞാൻ ആ ഒരു പുറത്തേക്കുള്ള എക്സ്റ്റേണൽ ഭാവങ്ങളിലേക്കും അതുപോലെ തന്നെ അതിൻ്റെ കൈകാലുകളുടെ അനക്കങ്ങളിലേക്കും ഫിസിക്കൽ ഫിറ്റ്നസ്സിലേക്കും ആയിരിക്കും എൻ്റെ പുറത്തേക്കായിരിക്കും എൻ്റെ ലുക്ക് വരുന്നത്. അല്ലെങ്കിൽ എൻ്റെ ആ ഒരു എന്താ പറയുക, അതിനൊരു പുറത്തേക്കുള്ള എൻ്റെ ആ ഒരു പർട്ടിക്കുലർ ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ കാലോ കയ്യോ അതൊക്കെ ആയിരിക്കും നമ്മളുടെ കൂടുതലും നമ്മുടെ ഫോക്കസ്. പക്ഷേ ഈ ഒരു ഇൻവേർഡ് ഫോക്കസ് അത് നമ്മൾ ഇരുന്ന് നമ്മളുടെ ബ്രെത്ത് വർക്കിലും നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, നമ്മൾ യോഗ ആസനാസ് സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഈ കാലിൻ്റെ ഇന്ന പേശികളാണ് സ്ട്രെച്ച്, അതൊക്കെ നമ്മൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളുടെ ഓരോ സെൽസിനെയും എൻജോയ് ചെയ്താണ് യോഗയിൽ നമ്മൾ ചെയ്തു പോകുന്നത്. അതെന്ന് പറയുന്ന ഒരു പ്രത്യേക ആ 1 hour കൊണ്ട് ആ വ്യക്തി അവരുടെ ഉള്ളുമായിട്ടാണ് കണക്റ്റ് ആവുന്നത്. ആ കണക്ഷനാണ് നമുക്ക് യോഗയിലൂടെ കിട്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ ഇത് നമ്മുടെ ഹ്യൂമൻ സൈക്കോളജിയിൽ നമുക്ക് എങ്ങനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റും? അതായത് ഒരു വ്യക്തിൻ്റെ വിൽ പവർ, സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ്, അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് എങ്ങനെ യോഗ ഉപയോഗിച്ച് വർദ്ധിപ്പിക്കാൻ പറ്റും? അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ബ്രെത്ത് വർക്കിനെ പറ്റി ഞാൻ അതിനെപ്പറ്റി ഒന്നുകൂടെ പറയാം. അതായത് നമ്മൾക്ക് 2 ബ്രെയിൻ സിസ്റ്റമാണ്. അതായത് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം, പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. ഈ സിമ്പതറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഭയങ്കര ഒരു ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മോഡിലായിരിക്കും.
അതായത് ഇപ്പോൾ ഒരു കാള വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് ഓടുന്നില്ലേ, അതിനെയാണ് ഒരു ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ എക്സൈറ്റഡ് ആണ്. പക്ഷേ ചില സമയത്ത് നമ്മൾ കാം ഡൗൺ ആവേണ്ടടുത്ത് നമ്മൾ കാം ഡൗൺ ആവണ്ടേ. അപ്പോൾ ഈ ഒരു പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ വളരെ റിലാക്സ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷനാണ്. അതായത് നമ്മൾ വളരെ ഗ്രൗണ്ടഡ് ആവുന്നു. നമ്മളുടെ അടുത്ത് ഭയങ്കരമായിട്ട് ഒച്ച എടുക്കുകയാണ്, നമ്മളുടെ ഓഫീസിലെ ബോസ് നമ്മുടെ അടുത്ത് ഭയങ്കര ഒച്ച എടുക്കുകയാണെങ്കിൽ അതിനേക്കാൾ അപ്പുറമായിട്ട് സ്റ്റാഫ് ഒച്ച എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ആർഗ്യുമെൻറ്റ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അതേസമയം അദ്ദേഹം ഒരു പ്രഷറിലാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആയിട്ട് അതിനെ ഒന്ന് വീക്ഷിക്കാൻ സാധിച്ചാൽ ആ വ്യക്തി ഒരു യോഗിയായി കഴിഞ്ഞു. കാരണം അവൻ്റെ പ്രാക്ടീസ് കൊണ്ടാണ് ആ ഒരു ലെവലിലേക്ക് എത്തിയത്. കാരണം ആ ബ്രീത്തിങ് എക്സസൈസ്, ഇപ്പോൾ ഞാൻ വേറൊരു എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ അമ്മയുടെ ഒരു ഇത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് പറഞ്ഞാൽ, ഒരമ്മ ഭയങ്കരമായിട്ട് നമ്മളുടെ തന്നെ കാലം ചിന്തിക്കുകയാണ്. അമ്മ നല്ല ചീത്ത പറഞ്ഞ് നമ്മൾ ഇത് ചെയ്യുമ്പോൾ അമ്മയുടെ നെഞ്ചിലെ ബ്രീത്തിങ് ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബ്രീത്തിങ് ആയിരിക്കും. അതേസമയം അതേ അമ്മ നമ്മളെ മടിയിൽ വെച്ച് കൊഞ്ചിച്ചൊന്ന് ഇങ്ങനെ ഇത് ചെയ്ത് അടുത്ത് ഇരുന്ന് പാമ്പർ ചെയ്യുന്ന സമയത്ത് ആ അമ്മയുടെ ശ്വാസം നമ്മൾ വളരെ റിതമിക്കായിരിക്കും, വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ഇമോഷൻസും ബ്രീത്തിങ്ങും തമ്മിൽ ഒത്തിരി ഇതുണ്ട്, കണക്ഷനുണ്ട്. അപ്പം നമ്മൾ ഭയങ്കര ഹൈപ്പർ ആവുന്ന സമയത്ത് നമ്മുടെ ബ്രെത്ത് എപ്പോഴും ചെസ്റ്റിലൂടെ ആയിരിക്കും. അതേസമയം നമ്മൾ വളരെ കാം ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞു വാവയുടെ വയറ് ഇങ്ങനെ ഉറങ്ങുമ്പോൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ പൊങ്ങും താഴും, നമ്മൾ ബെല്ലി ബ്രീത്തിങ് ആയിരിക്കും. അപ്പം നമ്മൾ ബെല്ലി ബ്രീത്തിങ് ആണ് ദ കീ ടു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും ഞാനിപ്പോൾ ഒരു ടെസ്റ്റൊക്കെ ഒരു സെമിനാറിനൊക്കെ വിളിക്കുമ്പോൾ ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ ചെസ്റ്റിലും അതുപോലെ സ്റ്റൊമക്കിലും ഒന്ന് കൈവയ്ക്കാൻ പറയും. കൈവച്ചിട്ട് ഇവരോട് ബ്രീത്ത് ചെയ്യുമ്പോൾ ഞാൻ പറയും, എത്ര പേര് ചെസ്റ്റിലൂടെ ബ്രീത്ത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അതിനകത്ത് ആ ഇരിക്കുന്ന 100 പേരിൽ ഒരു 70% ആൾക്കാരും ചെസ്റ്റ് ബ്രീത്തേഴ്സ് ആയിരിക്കും. അതിനകത്ത് 30% ആൾക്കാരായിരിക്കും സ്റ്റൊമക്ക് കൊണ്ട് ബ്രീത്ത് ചെയ്യണം. ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം ആ സ്റ്റൊമക്ക് ബ്രീത്തിങ് എന്ന് പറയുന്നത് യു ആർ വെരി റിലാക്സ്ഡ് പേഴ്സൺ. ബട്ട് ഇഫ് യു ആർ ബ്രീത്തിങ് ത്രൂ ദ ചെസ്റ്റ് യു ആർ സ്ട്രെസ്ഡ് വിത്ത് സംതിങ്. അപ്പം ഇതൊക്കെ നമ്മൾ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ട് ഇരിക്കുക, അതിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെയാണ് ബ്രീത്ത് എടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഹാർട്ട് റേറ്റ് എത്രയാണെന്നൊക്കെ നമ്മൾ നോക്കാറുണ്ടോ? നമ്മളെ ഒരു ദിവസം എത്ര സമയം നോക്കുന്നുണ്ട്? എന്നിട്ട് നമ്മൾ പറയും ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട് എന്ന്. നമ്മുടെ ഡ്രസ്സ് നല്ലതാണോ, നമ്മളുടെ മുടി നല്ലതാണോ, അതൊക്കെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഞാൻ നന്നായിട്ടാണോ ശ്വാസം വിടുന്നത്, ഞാൻ എത്ര ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നുണ്ട്, ഒരു മിനിറ്റിൽ ഞാൻ എത്ര ശ്വാസം എടുക്കുകയും വിടുന്നുണ്ട്, ഞാൻ എൻ്റെ ഹാർട്ട് ബീറ്റ് എങ്ങനെയാണ്, ഇതൊക്കെ ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കി. അതിനകത്താണ് നമുക്ക് ആ ഒരു സൈക്കോളജിക്കൽ അതായത് ഈ സിമ്പത്തറ്റിക്കും പാരസിമ്പത്തറ്റിക്കിൻ്റെ ബാലൻസാണ് ഒരു മനുഷ്യന് വേണ്ടത്. അല്ലാതെ കാള കുത്താൻ വരുമ്പോഴും ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഓടണം, ഓടുമ്പോൾ ഓടാനും അനങ്ങാതിരിക്കുമ്പോൾ അനങ്ങാതിരിക്കാനും പഠിക്കുന്നവനാണ് ശരിക്കും യഥാർത്ഥ യോഗി. അല്ലാതെ എപ്പോഴും കാം ഡൗൺ ആയിക്കഴിഞ്ഞാൽ അതും ഒരു യോഗി പവറായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതാണ് നമ്മൾ ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്, നമ്മൾ പ്രാക്ടിക്കലാവുക. അതായത് കൂടുതൽ നമ്മുടെ സ്ട്രെസ്സ് കുറക്കാനും ഇപ്പം ആൻസൈറ്റി, ഡിപ്രഷൻ, അങ്ങനെ കുറേ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ അങ്ങനത്തെ ഇതൊക്കെ കുറക്കാനൊക്കെ ഇത് സഹായിക്കും. ബ്രെത്ത് വർക്കാണ് ശരിക്കും പറഞ്ഞാൽ. യോഗ പോസ്റ്റേഴ്സ് വേണം, അതിനേക്കാളും കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ഈ ബ്രെത്ത് വർക്കിനാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇമോഷണൽ ഹോൾഡിങ്സ് എന്ന് പറയും. ഞാൻ വേറൊരു എക്സാമ്പിൾ കുറച്ചും കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി പറയാം. അതായത് ഒത്തിരി പേർക്ക് വണ്ണം കൂടുതൽ, അതായത് അവർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരൊരു രാത്രി ഇരുന്ന് ചോക്ലേറ്റ് കഴിക്കുക, ഐസ്ക്രീം കഴിക്കുക, ഇങ്ങനെ അവർക്കൊരു ഇമോഷണൽ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഉണ്ട്. അപ്പം മിക്ക ലേഡീസിനോടും നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ശരിക്കും നിങ്ങളുടെ മൂലകാരണം, ഞാൻ എപ്പോഴും മൂലകാരണത്തിലേക്കാണ് പറയുന്നത്, നിങ്ങളുടെ റൂട്ട് കോസ്. അവർ പറയും, ഞാൻ ജിമ്മിൽ പോയി മാഡം, ഞാൻ എൻ്റെ ഹോർമോൺസ് എല്ലാം ചെക്ക് ചെയ്തു, 1 കിലോ പോലും എനിക്ക് കുറയുന്നില്ല, ഞാൻ യോഗ ചെയ്തു എനിക്ക് കുറയുന്നില്ല, ജിമ്മിൽ പോയി ഡാൻസ് ചെയ്തു, എല്ലാ ആക്ടിവിറ്റീസ് ചെയ്തു, എന്നിട്ടും എനിക്ക് ഒരു കുറവുമില്ല എൻ്റെ വെയ്റ്റിന്. എന്തുകൊണ്ടായിരിക്കും? അപ്പോഴാണ് അവരുടെ സൈക്കോളജിക്കൽ ഇതിനകത്തേക്ക് നമ്മൾ പോകുന്നത്. ഞാൻ പറയും, നിങ്ങളുടെ ഒരു ദിവസത്തെ ആഹാരം കഴിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഈ ആഹാരം ഞാൻ കഴിക്കുന്നതെന്നൊന്ന് ചിന്തിച്ചു നോക്കാൻ. അതായത് അവരെ തന്നെ അവരൊന്ന് അവർ തന്നെയാണ് അവരെ ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ അവർ പതുക്കെ ഓരോ കാര്യം, ഞാൻ ഇത് കഴിക്കുന്ന എൻ്റെ ഇമോഷൻസിനെ സന്തോഷിപ്പിക്കാനാണോ അതെയോ ഇത് ഇപ്പം നമ്മളുടെ ബർത്ത്ഡേ ആണെന്ന് വിചാരിച്ചോ, സാഹിദിൻ്റെ ബർത്ത്ഡേ കുഞ്ഞിൽ, ഇപ്പോൾ നമ്മൾ പറയുകയാണ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയി നമുക്ക് ആഘോഷിക്കാം. അപ്പോൾ എല്ലാവരും വേ ടു ഹാപ്പിനെസ് എവിടെയാണ് കാണുന്നത്? ഫുഡിലാണ്. അപ്പോൾ ഒരു കുഞ്ഞു കുട്ടിക്ക് പോലും കേക്ക് മുറിക്കുക, അതുപോലെ തന്നെ ആഹാരം അവന് കൊടുക്കുക എന്നുള്ളത്
അവൻ്റെ ഒരു ഹാപ്പിനെസ്സായി, ഫുഡ് ഈസ് ഹാപ്പിനെസ് എന്നുള്ളത് നമ്മുടെ സൊസൈറ്റിയിൽ റീഇൻഫോഴ്സ്ഡ് ആവണേ അവിടെ. അവിടെ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്യാണ് ഫുഡ് ഈസ് ഹാപ്പിനെസ് എന്ന്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കുട്ടികളും അതുപോലെ തന്നെ വലിയ ആൾക്കാരും ജങ്ക് ഫുഡ് ഓർഡർ ചെയ്യുന്നത് എന്തിനാണ്? അവർക്ക് ഹാപ്പിനെസ് കൂട്ടാണ്. പക്ഷെ അത് റിയൽ ഹാപ്പിനെസ് ആണോ? അതൊരു ശരിക്കുള്ള ഹാപ്പിനെസ് അല്ല. അപ്പം നമ്മൾ ആ ഒരു ഇമോഷൻസിലേക്ക് എവിടെയാണ് എൻ്റെ പ്രശ്നം എന്ന് അവരെ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, ഇവരുടെ ഇമോഷണൽ ഈറ്റിംഗ് അപ്പം നിൽക്കും. അപ്പോൾ അവരോട് ശരിയാ, എനിക്കിപ്പോൾ 2 നേരം കഴിച്ചാലും ഞാൻ ഹാപ്പിയാണ്, എനിക്ക് പ്രശ്നമില്ല. അങ്ങനെ ഈ ലോകത്ത് ആര് വിചാരിച്ചാലും ആ വെയിറ്റുള്ള ഒബീസിറ്റി ഉള്ള ആ ഒരു ലേഡി അല്ലെങ്കിൽ ആ ഒരു ആണ് സ്വയം വിചാരിക്കണം. ആ ഒരു മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ അവർ സ്വയം വിചാരിക്കാതെ ഈ ലോകത്താർക്ക് അവരെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അവർ തന്നെ കഴിക്കണ്ടെന്ന് വിചാരിക്കണമല്ലോ. അതൊരു ഇമോഷണൽ ഇതാണ്, ഒരു ഇമോഷൻ കണക്റ്റഡ് ഈറ്റിംഗ് ആണ്. അവിടെ ഇമോഷൻസിനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് യോഗ വെച്ച്. നമ്മൾ യോഗ പോസ്റ്റേഴ്സ് അവിടെ വലിക്കില്ല, അവരെന്ത് ആക്ടിവിറ്റി ചെയ്താലും ഓടിയാലും ചാടിയാലും വലിക്കില്ല. ഈറ്റിംഗ്, മൈൻഡ്ഫുൾ ഈറ്റിംഗ്, അതാണ് അവിടെ അവയർനെസ് കൊണ്ടുവരും. അതാണ് പല എക്സ്പേർട്സും പറയുന്നുണ്ട് യോഗേൻ്റെ ചില പോസ്റ്റേഴ്സിന് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ കൂടുതൽ നേരം ശീർഷാസന ചെയ്ത് കഴിഞ്ഞാൽ സെറിബ്രൽ ഹെമറേജ് വരും എന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അപ്പം റീസെൻ്റ്ലി നമ്മുടെ അനുഷ്ക ശർമ്മയും ഒരു ശീർഷാസനത്തിൽ വിരാട് കോഹ്ലിയുടെ അല്ലേ അതും വന്നിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഒരു കേസും ഒക്കെ എനിക്കറിയാം. ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു പ്രഗ്നൻസ് ആണെങ്കിൽ അവരെപ്പോഴും ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഒപ്പീനിയൻ എടുക്കാതെ ഒരിക്കലും ചെയ്യരുത്. മേ ബി ഷീ ഈസ് വെരി ഹെൽത്തി. അത് വച്ചിട്ട് അതേ മന്തിലുള്ള വേറെ പ്രഗ്നൻസി പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്കൊരു എന്തെങ്കിലും ഒരു മിസ്കാരേജോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ സെറിബ്രൽ ഹെമറേജിൻ്റെ കാര്യം, അത് വർഷങ്ങളായിട്ട് അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അയാൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പാകത്തിന് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഹെൽത്തും ഇതൊക്കെ നോക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഒരു സാധനം അമിതമായാൽ അമൃതും വിഷം. ഒരു കാര്യവും ഓവറാവാതിരിക്കുക. നമ്മളൊരു പാകത്തിന് ചെയ്തു നോക്കുക, ഇത് എൻ്റെ ശരീരത്തിന് പറ്റുമോ? ഇപ്പോൾ ഞാൻ തന്നെ ചില ഞാൻ ശീർഷാസനയും അതെല്ലാം ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എനിക്കിപ്പോൾ ചില സമയത്ത് എനിക്കെൻ്റെ ഷോൾഡറിന് എന്തെങ്കിലും ഇഷ്യൂ ഉള്ളപ്പോൾ ഞാനത് ചെയ്യില്ല. അപ്പം നമ്മളത് നമ്മളുടെ ഒരു ഹെൽത്ത് നോക്കിയിട്ട്, ഞാൻ ഒരിക്കലും യോഗാശ്രമിൽ വരുന്ന ഒരാളെയും ശീർഷാസനം പഠിപ്പിക്കാറില്ല. അതൊക്കെ എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ട് ട്രെയിൻഡായിട്ടും ഇത് വെച്ച്. പക്ഷേ ഒന്നും അമിതമായിട്ട് കുറേ നേരം നിൽക്കുക, അതൊന്നും ഞാൻ അഡ്വൈസ് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഓവറായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതൊന്നും ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ അവർ അത്രയും ഫ്ലെക്സിബിളും അത്രയും ടോണ്ടും ഹെൽത്തി ആയിരിക്കണം. എന്നാൽ പിന്നെ അവർക്ക് കുഴപ്പമില്ല. പക്ഷെ അത് കണ്ട് മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഹെൽത്ത്, നമ്മുടെ ഹെൽത്തിനെ പറ്റി നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം. പിന്നെ ഈ ഒരു ഡെഫിനറ്റ്ലി അത് എന്തായാലും മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരാൾ ചെയ്തു കൂട്ടുകാരുടെ ഇടയിൽ, ഇപ്പോൾ നിങ്ങളൊരാൾ ചെയ്തു, അപ്പോൾ നിനക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ മറ്റൊരാൾ, അതിൻ്റെ അകത്ത് തീരെ വയ്യാതിരുന്ന ഒരാളുണ്ടായിരുന്നു. അയാളായിരിക്കും ശരിക്കും അന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. കാരണം ആളുടെ ചിലപ്പോൾ കഴുത്തൊന്ന് ഇതായി എന്നൊക്കെ പറയും. കാരണം വെച്ചാൽ ആൾക്ക് യാതൊരു രീതിയിലുള്ള പ്രിപ്പറേഷൻ ഉണ്ടാവില്ല നിങ്ങൾ ആ ചലഞ്ച് കാണിച്ച സമയത്ത്. അപ്പം നമ്മൾ ആവശ്യമില്ലാത്ത റിസ്കുകൾ എടുക്കാതിരിക്കുക. അപ്പം ഈ യോഗ എന്നല്ല, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കുട്ടികളാണെങ്കിൽ തന്നെ തലകുത്തി ഉരുണ്ട് നടക്കുന്നു. അതിനകത്ത് ഒരു കുട്ടി കാണിക്കണമെങ്കിൽ മറ്റൊരു കുട്ടി വന്നാൽ അവൻ ചിലപ്പോൾ ട്രബിളിലാവും. കാരണം ഇവനത് ചെയ്ത ശീലമുണ്ട്. അതിപ്പോൾ യോഗ എന്നല്ല, എന്ത് കാര്യം, ഇപ്പോൾ ഡാൻസിലായിക്കോട്ടെ, എന്ത് കാര്യവും നമുക്കറിയാൻ പാടില്ലാത്ത ഒരു സ്റ്റെപ്പ് ചെയ്താൽ നമ്മളാകെ പെട്ടുപോകുമെന്ന് പറഞ്ഞ പോലെ. ഡോക്ടറിൻ്റെ ഏതെങ്കിലും ഒരു ക്ലയൻറ്റിൻ്റെ സക്സസ്ഫുൾ സ്റ്റോറി? അത് ശരിക്കും പറഞ്ഞാൽ കുവൈറ്റിൽ എനിക്കൊരു ക്ലയൻ്റ് ഉണ്ട്. ആൾക്ക് പറഞ്ഞ പോലെ ഹയറ്റസ് ഹെർണിയ എന്ന് പറയുന്ന ഒരു അസുഖം വന്നു ആൾക്ക്. അതെന്ന് വെച്ചാൽ ആസിഡ് റിഫ്ലക്സും GERD എന്ന് പറയും, ഗ്യാസ്ട്രോ ഈസോഫേജൽ റിഫ്ലക്സ് ഡിസോർഡർ. ഈ ഡിസോർഡർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് വരുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ബ്രെത്ത്ലെസ്നെസ് ആയിരിക്കും. അവർ ഇങ്ങനെ വിളിക്കുന്നത് തന്നെ ഹലോ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടാണ്. എനിക്കപ്പോൾ ഞാൻ പറഞ്ഞു വീസിങ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ ആസ്മയല്ല അത്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെ പാൻഡമിക്കിൻ്റെ സമയത്താണ്, ഒരു 2020 ആളെന്നെ അപ്രോച്ച് ചെയ്യുന്നത്. ആളുടെ യൂട്യൂബിൽ എൻ്റെ വളരെ ലോങ് പാരഗ്രാഫൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനതിങ്ങനെ ആളെ രക്ഷിച്ചുകൊണ്ട് അതിൽ നിന്ന് വന്നു എന്നുള്ളത്. അത് നമ്മൾ യോഗ പ്രാക്ടീസ്, ബ്രീത്തിങ് എക്സസൈസിൽ സൂമിലൂടെ ആണ് നമ്മളത് കണ്ട്. അതായത് ഈ നമുക്ക് ചില റിബ്സിൻ്റെ ഉള്ളിലേക്കൊക്കെ നമ്മളിങ്ങനെ കൈ വെച്ച് ചില മസാജ് ടെക്നിക്സുകൾ, അതുപോലെ തന്നെ ഇങ്ങനെ മുദ്രാസന എന്ന് പറഞ്ഞിട്ട് നമ്മൾ വയറിൻ്റെ ഇവിടെ വെച്ചിട്ടുള്ള അതൊക്കെ ആളെ ബ്രീത്ത് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. പെട്ടെന്ന് തന്നെ നമ്മൾ ഒരാഴ്ച കൊണ്ട് തന്നെ ആളുടെ ബ്രീത്തിങ് കറക്റ്റാക്കി. അപ്പോൾ ആ ഹയറ്റസ് ഹെർണിയ എന്ന് പറഞ്ഞാൽ ഡയഫ്രം മുകളിലേക്ക്
ഇതാവുന്നതാണ്, ഒരു കോൺട്രാക്ഷനും അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അതിനെ നമുക്ക് കുറച്ചൊന്ന് ഇത് റിലാക്സ് ആക്കാനും, അത് കൂടാതെ നമ്മൾ നല്ല ഡയറ്റ്, അതായത് എൻ്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഡയറ്റ് പ്രോട്ടോക്കോൾ ആൾ ഫോളോ ചെയ്ത് 1 മാസം കൊണ്ട് യോഗയിലും ഡയറ്റിലും, എസ്പെഷ്യലി ഈ വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഡയറ്റും യോഗയും. കാരണം ബാക്കിയുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ ഇത് ടെമ്പററി ആയിട്ടുള്ള ആശ്വാസം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈവൻ ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട്, അവരെപ്പോഴും എഴുതി തരുന്നത് 7 days എന്ന് പറഞ്ഞിട്ട് മാക്സിമം. അവരൊരിക്കലും ഇവരോട് ആരോടും പറഞ്ഞിട്ടില്ല 1 വർഷം കഴിക്കണമെന്ന്. ഇവർ തന്നെ പേഷ്യൻസ് തന്നെ സ്വയം ഇത് ചെയ്യുന്നതാണ്. കാരണം ഒരു തവണ പോയപ്പോൾ മരുന്ന് മേടിച്ചല്ലോ, അപ്പോൾ എപ്പോഴെപ്പോഴും കുടിച്ച് അവരുടെ വയറ് അവർ മൂലകാരണത്തിനെ ട്രീറ്റ് ചെയ്യുന്നില്ല. ഈ ഡയറ്റും യോഗയൊക്കെ ചെയ്ത് മൂലകാരണത്തിനെ ട്രീറ്റ് ചെയ്താൽ അത് പെർമനൻറ്റ് സൊല്യൂഷനാവും. നമ്മൾ ടെമ്പററി സൊല്യൂഷന് മരുന്നുകൾ കഴിക്കാം, പക്ഷേ എപ്പോഴും ഒരു പെർമനൻറ്റ് സൊല്യൂഷന് ഇങ്ങനെ പ്രാക്ടീസുകളും പ്രാണായാമയും ഇതൊക്കെ ചെയ്താൽ ഗട്ട് പ്രോബ്ലംസ് എസ്പെഷ്യലി എനിക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റും. ഈ ബവൽ മൂവ്മെന്റ്സ് ഒക്കെ കുറച്ചും കൂടെ ക്ലിയർ ആവും. ബവൽ മൂവ്മെന്റ്സ് ഇപ്പോൾ IBS എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. അതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കോൺസ്റ്റിപ്പേഷനും ചില സമയത്ത് കാണും, ഡയറിയയും കാണും. അപ്പോൾ അവർക്കൊക്കെ എന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ സെറട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് അവിടെ കളിക്കുന്നത്. സെറട്ടോണിൻ്റെ ഇൻക്രീസും ഡിക്രീസും ഡയറിയും കോൺസ്റ്റിപ്പേഷൻ, കാരണം പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റിനെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ പറയില്ലേ ഗട്ട് ബ്രെയിൻ ആക്സിസ്. അപ്പോൾ ഈ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ദ ഹോർമോൺ ഈസ് കൺട്രോളിങ് യുവർ ഇമോഷൻസ്. അപ്പോൾ അത് വെച്ചിട്ട് ആ പറയുക ആൾക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല ലൈഫിൽ, ഒരു സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവില്ല. ഇവർ ഹിസ്റ്ററി എടുക്കുമ്പോൾ ഇവരിങ്ങനെ ആകെ കൂടി ഒരു ന്യൂട്രലൈസ്ഡ് ആയിരിക്കും. നമ്മൾ ആദ്യം പറയണം അവരുടെ വൈറ്റമിൻ ഡി നിങ്ങൾ ചെക്ക് ചെയ്യും ആദ്യം, എന്നിട്ട് അവരുടെ ആങ്സൈറ്റിയും പാനിക് അറ്റാക്സ് ഒക്കെ നമ്മൾ ആദ്യം തന്നെ കുറച്ച് കൊടുക്കും. ഡെഫിനറ്റ്ലി ഹൈപ്പർ ആസിഡിറ്റി ഉള്ളവർക്ക് ഒത്തിരി ഡെഫിഷ്യൻസി ഉണ്ടാവും. കാരണം ഇവരുടെ അയൺ അബ്സോർബ് ആവില്ല, വൈറ്റമിൻ B12 അബ്സോർബ് ആവില്ല, ഇങ്ങനെ കുറേ ഡെഫിഷ്യൻസി. അത് മുഴുവൻ നമ്മൾ ബ്ലഡ് ടെസ്റ്റിലൂടെ കണ്ടുപിടിച്ച് അതാദ്യം റെക്ടിഫൈ ചെയ്തിട്ട് യോഗയും ഇത് ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് ഇവരുടെ ആങ്സൈറ്റി നമ്മൾ നന്നായിട്ട് എല്ലാ വശങ്ങളിൽ നിന്നും വേണം. അല്ലാതെ ഒരു കാര്യം കൊണ്ട് മാത്രം പറ്റില്ല, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. എല്ലാം കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത്. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണല്ലോ. ഇപ്പോൾ IT പ്രൊഫഷണൽസ് അതല്ലെങ്കിൽ ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും ഒരു വർക്ക് ഫ്രം ഹോം, വീടിനകത്തിരുന്നിട്ടുള്ള ജോലിയാണ്, ഓഫീസിൽ പോയിട്ട് സ്ക്രീൻ ടൈം ഫുൾ, അങ്ങനെയാണ് എല്ലാവരുടെ ലൈഫ് സ്റ്റൈലും. ഇപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെയാണ് യോഗ ഹെൽപ്ഫുൾ ആവണത്? ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒത്തിരി വെസ്റ്റേൺ രാജ്യങ്ങളിൽ, ഞാൻ മിഡിൽ ഈസ്റ്റിലാണ് വർക്ക് ചെയ്തത്, അവിടെ ചെറുതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ അവരുടെ ജോലിയുടെ ഇടയിൽ ഒരു സ്ക്രീൻ വരും, എന്നിട്ട് ദിസ് ഈസ് ദ ടൈം ഫോർ യു ടു സ്ട്രെച്ച് എന്നവർക്കൊരു മെസ്സേജ് വരും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഇന്ത്യയിലും അതൊക്കെ വരുത്തേണ്ട സമയം അതിക്രമിച്ചു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ വെച്ചാൽ അവരുടെ കഴുത്ത് സ്ട്രെച്ച് ചെയ്യുക, അതുപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ, കാരണം അവർ ഫുൾ ടൈം ഈ സ്ക്രീനിലേക്ക് തന്നെ നോക്കി ഇത് മുഴുവൻ പോവാണ്. അപ്പോൾ മസിൽസ് മുഴുവൻ ഇതാവും. അതുപോലെ തന്നെ ലംബാർ ട്വിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആ സ്ക്രീനിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അതുപോലെ ദിസ് ഈസ് ദ ടൈം ഫോർ യു ടു ബ്രീത്ത്. അപ്പോൾ എന്നെ എൻ്റെ തന്നെ ഒരു ക്ലയൻറ്റ് എനിക്ക് അയച്ചു തന്നു, കണ്ടോ ഇതുപോലെ ഞങ്ങൾക്ക് എല്ലാ 1 hourലും ഞങ്ങളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊരു സംഭവം ഇവിടെ ഉണ്ട്, ഒരു ആപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ വേറെ ഒരു നല്ല കാര്യം കണ്ടാൽ നമ്മൾ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ്. അപ്പോൾ എനിക്കിത് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ആളെനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അത് വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രെച്ചസാണ്, പിന്നെ എക്സസൈസൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വളരെ നല്ല കാര്യം, അങ്ങനെയൊക്കെ ഒരു ആപ്പിലൂടെയൊക്കെ ഇത് വരുന്നത് വളരെ നല്ല. പിന്നെ ഞാൻ തന്നെ 2020 പാൻഡമിക്കിൻ്റെ സമയത്ത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് സൂമിലൂടെയാണല്ലോ നമ്മൾ ക്ലാസ് എടുത്തത്. അപ്പോൾ എൻ്റെ തന്നെ ട്രെയിൻഡായിട്ടുള്ള ക്ലയൻസ് ആകുമ്പോൾ എനിക്ക് ഈസിയാണ്, അവർ എൻ്റെ ശബ്ദം കേട്ടാലും ചെയ്തോളും. അപ്പോൾ എനിക്കൊരു 100 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു സൂമിൻ്റെ ഒരു സൂം കാലഘട്ടങ്ങളിൽ. അപ്പോൾ ആ സമയത്തൊക്കെ ശരിക്കും ടെക്നോളജിയും ഇതൊക്കെയാണ് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഈ ടെക്കികളായിട്ടുള്ള ആൾക്കാരും ബാങ്കേഴ്സും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു അവരുടെ ഓഫീസിൽ ഞാൻ പറയുകയാണെങ്കിൽ അവരുടെ മാനേജേഴ്സ് ഇത് കേൾക്കുവാണെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫിൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത് ഇതുപോലെ എന്തെങ്കിലും ഒരു ആപ്പോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ അവർക്കൊരു വെൽനെസ് കൊണ്ടുവരിക എന്ന് പറയുന്നത് അവരുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ആ ആളുടെ പ്രൊഡക്ടിവിറ്റിയെ തന്നെയാണ് ഇത് ബാധിക്കുന്നത്. അപ്പോൾ ഈ കോർപ്പറേറ്റ് യോഗയും എൻ്റെ ഒരു ഞാൻ ചെയ്യുന്നുണ്ട്. പല കമ്പനീസിലുള്ള സ്റ്റാഫിനെ പോയിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുകയും അവരുടെ വെൽനെസ്, അവരുടെ മൈൻഡ് ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ കുവൈറ്റിൽ അത് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഡോക്ടർ പല യോഗ പറഞ്ഞല്ലോ, ഹത യോഗ, കളരി യോഗ. അപ്പോൾ
പലതരം യോഗ ഉണ്ട്. പിന്നെ ഇത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സ്ട്രെച്ചിങ്, അതെ. അതെല്ലാം മൈൻഡ്ഫുൾനെസ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇപ്പം എനിക്ക് അതല്ലെങ്കിൽ എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഡോക്ടർ എന്താ സജസ്റ്റ് ചെയ്യും? ഞാൻ പറയുവാണെങ്കിൽ ഒരു യങ്സ്റ്റേഴ്സിന് നമ്മൾ കളരി യോഗ ചെയ്യുന്ന ഭയങ്കര നല്ലതാണ്. കളരി യോഗ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല സ്വെറ്റിങ്ങും അതുപോലെ തന്നെ ബോഡി ഫ്ലെക്സിബിലിറ്റിയും നല്ല വഴക്കം വരും ബോഡിക്ക്. ഇപ്പോൾ പണ്ട് നമ്മൾ പറയില്ല, ഇപ്പോൾ സൽമാൻ ഖാനിന് പുറം ചൊറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെ മാത്രമാവരുത് എന്ന് വെച്ചാൽ ഇപ്പോൾ അത് മാറി കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരിക്കലും അത് പറയില്ല. എല്ലാ ആൾക്കാരും ഇപ്പോൾ ആനിമൽ ഫ്ലോ, ഇപ്പോൾ നമ്മളുടെ പല സെലിബ്രിറ്റീസിൻ്റെ വീഡിയോസ് കണ്ടാൽ നമുക്കറിയാം അവർ ബാലൻസ്ഡ് ആണ്. ഇപ്പോൾ പണ്ടത്തെ ട്രെൻഡല്ല. പണ്ടൊക്കെ ആയിരുന്നു അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് എക്സസൈസ് മാത്രമായിരുന്നു ചെയ്യുള്ളൂ. ഇപ്പോൾ അവർ ഫ്ലെക്സിബിലിറ്റിയും കൂടി അതിനകത്ത് നോക്കുന്നതുകൊണ്ട് എല്ലാവർക്കും നല്ല ഹെൽത്ത് ഉണ്ട്. അപ്പം ഞാൻ പല ഇതിനകത്തും കാണാറുണ്ട് എല്ലാവരും ബാലൻസ്ഡ് ആണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു സാധാരണ യോഗ, ഹഠയോഗയോ കളരി യോഗയോ എല്ലാ കുറച്ച് അങ്ങനത്തെ പവർ പാക്ഡ് ആയിട്ടുള്ള എക്സസൈസ് ഇപ്പോൾ ചെയ്തു എന്ന് വെച്ചാൽ യാതൊരു കുഴപ്പമില്ല. ബട്ട് ഇഫ് യു ഹാവ് എ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് അല്ലെങ്കിൽ ഒരു IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് പോയി അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം വഷളാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർ യോഗ തെറാപ്പിസ്റ്റായ ഞങ്ങളെപ്പോലെയുള്ളവർ, നമ്മുടെ ഡോക്ടേഴ്സാണ് നമ്മുടെ അടുത്ത് വരിക. നിങ്ങളെപ്പോലെയുള്ളവർക്ക് സാധാരണ നമ്മൾ പറഞ്ഞ പോലെ യോഗ ക്ലാസ്സുകൾ അത് 200 hour കോഴ്സ് ആയാലും പ്രശ്നം അങ്ങനെ. അപ്പോൾ താങ്ക് യു ഡോക്ടർ, വളരെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു സെഷനായിരുന്നു. എനിക്ക് തന്നെ ഇത് കേട്ടിട്ട് യോഗ ചെയ്യാൻ തോന്നുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഓഡിയൻസിനും ഒരു വേ ഓഫ് ലൈഫായിട്ട് അഡോപ്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ. താങ്ക് യു.